സമീർ സിമോട് ചേരുന്നു. സമീർ, കോഴിക്കോട് മറ്റ് സർപ്രൈസുകളോ പ്രശ്നങ്ങളോ ഉള്ളതായി അറിയില്ല. അവിടെ തിരുവമ്പാടി പഞ്ചായത്തിൽ എന്താണ് സജീവ് പല്ലാട്ട് അല്ലേ കോൺഗ്രസ് മുതൽ പ്രസിഡന്റ് ആകും എന്ന കാര്യം ഉറപ്പിച്ചോ? ഹാഷ്മി, ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ 9-9-1 എന്ന നിലയിലാണ് തിരുവമ്പാടി പഞ്ചായത്തിലെ സീറ്റ് നില വന്നത്. LDF 9, അതുപോലെ തന്നെ UDF 9, ഒരു സ്വതന്ത്രൻ എന്ന നിലയിലായിരുന്നു. ആ സ്വതന്ത്രനായി വന്നത് കോൺഗ്രസിൽ നിന്ന് വിമതനായി മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മത്സരിച്ചത്. ആ മത്സരത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. വലിയ മാർജിനാണ് ജിതിൻ പാലാട്ട് വിജയിച്ചത്. 535 വോട്ടുകൾക്ക് പുന്നാട്ട് വാർഡിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അദ്ദേഹം തോൽപ്പിക്കുകയും ചെയ്തത്. പക്ഷേ വിജയിച്ച ശേഷം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയല്ലാതെ UDF-നും LDF-നും ഒരു മാർഗ്ഗവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് UDF-നൊപ്പമാണ്, കോൺഗ്രസിനൊപ്പം തന്നെയാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വന്നിട്ടുള്ള അപാകതയെ തുടർന്ന് മാത്രമാണ് താൻ സ്വതന്ത്രനായി മത്സരിച്ചത്. പക്ഷേ പാർട്ടി നേതൃത്വവുമായി തനിക്ക് അകൽച്ചയില്ല എന്ന നിലപാടാണ് ജിതിൻ സ്വീകരിക്കുന്നത്. ആ ഒരു നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് DCC എത്തിയിരിക്കുന്നത്. ആദ്യത്തെ 2.5 വർഷം ജിതിൻ പലാട്ടിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതുപോലെ പിന്നീടുള്ള 2 വർഷം കോൺഗ്രസിന് തന്നെ ബോസ് ജേക്കബിനെ 2.5 വർഷം കൊടുക്കാൻ, അങ്ങനെ 2 ടേമുകളിലായിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഈ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണം UDF നിലനിർത്തും എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതിലെ കിങ് മേക്കറായി മാറിയത് UDF-ന്റെ സ്വതന്ത്രരായി നിന്ന കോൺഗ്രസിൻ്റെ വിമതനായി മത്സരിച്ച ജിതിൻ പല്ലാട്ടാണ്. എന്തായാലും ജിതിൻ പല്ലാട്ടിൻ്റെ ആ ഒരു 9-9-1 എന്ന നിലയിലേക്ക് സ്കോർ നില വന്നതാണ് അദ്ദേഹത്തിന് വിനയായത്. അദ്ദേഹം കിങ് മേക്കറായി മാറിയിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.